അത് നാവികസേനയുടെ അത്യാധുനിക ബോട്ടുകൾ ഉൾപ്പെടെയുള്ള സംവിധാനമാണ് ഇവിടേക്ക് എത്തിയത്. ഏതായാലും അവരിവിടെ എത്തി. ഇനി പുഴയിലെ തിരച്ചിലിന് കുറച്ചുകൂടി വളരെ കുത്തൊഴുക്കുള്ള പുഴയാണ്, അതിനാൽ തന്നെ പുഴയിലെ തിരച്ചിലിന് കൂടുതൽ ശക്തിയുള്ള ബോട്ടുകൾ വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ അതിനുവേണ്ടി ഗോവൻ നേവൽ ബേസുമായി ബന്ധപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള നേവിയുടെ ഒരു സംഘമാണ് ഇപ്പോൾ എത്തിയത്. ബലഗാവിയിൽ നിന്ന് അല്പസമയത്തിനകം ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ സംഘം എത്തും എന്നാണ് ഇപ്പോൾ MLA അറിയിച്ചത്. ഏതായാലും വൈകാതെ തന്നെ ഈ സംഘം കൂടി ഇവിടേക്ക് എത്തുന്നതോടെ തിരച്ചിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിലേതായാലും സൈന്യം ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ള വിവരം ആണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. നിലവിലേതായാലും നാവികസേനയുടെ ഒരു ബാച്ച് കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ ഒരു ബാച്ചുണ്ട്, അതിനോട് കൂടി മറ്റൊരു ബാച്ച് കൂടി ഇവിടേക്ക് എത്തി. കൂടുതൽ കുത്തൊഴുക്കിൽ വർക്ക് ചെയ്യാവുന്ന ബോട്ടുകളോട് കൂടിയ സംഘമാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. 45 അംഗ സംഘമാണ്. ഇന്നലെ 60 അംഗ സംഘം വരുമെന്നാണ് പറഞ്ഞത്. 45 അംഗ സംഘമാണ് ഇവിടേക്ക് എത്തിച്ചേരുക ബലഗാവിയിൽ നിന്ന്. ഏതായാലും അവരുടെ വരവിനായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്.